മോഹൻലാലിനെതിരെ മത്സരിക്കാൻ താൻ പ്ലാൻ ചെയ്തിരുന്നുവെന്നും എന്നാൽ അദ്ദേഹം അതിന് തയ്യാറാകാതെ പിന്മാറുമെന്നുള്ളതുകൊണ്ടാണ് ആ തീരുമാനം ഒഴിവാക്കിയതെന്നും പറയുകയാണ് നടൻ ജോയ് മാത്യു. താരസംഘടന AMMയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് ജോയ് മാത്യു പറയുന്നത്. സ്വർഗത്തിലെ കട്ടറുമാണ് ഏറ്റവും പുതിയതായി റിലീസിനൊരുങ്ങുന്ന ജോയ് മാത്യുവിന്റെ സിനിമ. ധ്യാൻ ശ്രീനിവാസൻ, അപ്പാനി ശരത് എന്നിവരാണ് സിനിമയിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇവരുടെയൊപ്പം സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിനിടെയാണ് AMMA സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ താൻ ആഗ്രഹിച്ചിരുന്നു എന്നത് ജോയ് മാത്യു വെളിപ്പെടുത്തുന്നത്. എന്നാൽ മത്സരിക്കാൻ ചെന്നാൽ എതിർ സ്ഥാനാർത്ഥിയായി മോഹൻലാൽ പിന്മാറുമെന്ന് അറിയാമെന്നും ജോയ് മാത്യു പറയുന്നു. മത്സരിക്കുക എന്നതാണ് ലക്ഷ്യം. ജയത്തിനെയും തോൽവിയെയും കുറിച്ച് താൻ ആലോചിക്കുന്നില്ല. ഫൈറ്റ് ചെയ്യുക അത്ര മാത്രമെന്നാണ് ആലോചിക്കുന്നത്. സുരേഷ് ഗോപി 3 പ്രാവശ്യം ഇലക്ഷന് നിന്നിട്ടല്ലേ ജയിച്ചതെന്നും അതുപോലെ 2 ടേമിൽ ഇന്ത്യൻ മീഡിയ ഫോറത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് താനെന്നും അന്ന് കടുത്ത മത്സരമായിരുന്നു നടന്നതെന്നും ബാലചന്ദ്രൻ ചുള്ളിക്കാടിനോടാണ് താൻ തോറ്റത്, അല്ലാതെ ആപ്പയുപ്പയോടൊന്നുമല്ല എന്നും നമ്മൾ മത്സരിക്കേണ്ടത് അത്തരം ആളുകളോടാവണമെന്നും ജോയ് മാത്യു പറയുന്നു. കാരണം അവരോട് മത്സരിച്ച് തോറ്റാലും നല്ലതാണെന്നുമാണ് ജോയ് മാത്യുവിന്റെ അഭിപ്രായം. അതുപോലെ AMMയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളാകാൻ മത്സരിക്കുന്നവരെല്ലാം ശക്തന്മാരാണ്. അതുകൊണ്ട് അവരോടൊന്നും തോറ്റാലും കുഴപ്പമില്ല. താൻ ശരിക്കും AMMയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്നാണ് വിചാരിച്ചിരുന്നത്. എതിർവശത്തുള്ളത് മോഹൻലാലാണ്. മുട്ടുമ്പോൾ ആനയോട് മുട്ടണ്ടേ, കരുത്തനായ സ്ഥാനാർത്ഥിയല്ലേ അദ്ദേഹമെന്നും ജോയ് മാത്യു ചോദിക്കുന്നു. പക്ഷേ നമ്മൾ മത്സരിക്കാൻ നിന്നാൽ മോഹൻലാൽ പിന്മാറും. നീ എടുത്തോ മോനെന്ന് പറഞ്ഞുകൊണ്ട് ഞാനില്ല ഈ പരിപാടിക്കെന്ന് മോഹൻലാൽ പറയും. എല്ലാവരും കൂടി അദ്ദേഹത്തെ ഇപ്പോൾ പിടിച്ചേൽപ്പിച്ചിരിക്കുന്നതാണ് പ്രസിഡന്റ് സ്ഥാനം. ആ സ്ഥാനത്തിരിക്കാൻ അർഹനായ മറ്റൊരാളില്ല എന്നും ആരെങ്കിലും ആ സ്ഥാനം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നാൽ അപ്പോൾ മോഹൻലാൽ ഈ കസേര വിട്ടുപോകുമെന്നും രക്ഷയില്ലാത്തതുകൊണ്ട് മാത്രം ഇരിക്കുകയാണെന്നും ജോയ് മാത്യു പറയുന്നു. ആരെങ്കിലും ഒരാൾ ആ സ്ഥാനത്തേക്ക് വന്നിട്ട് കാര്യമില്ല, എല്ലാവർക്കും സമ്മതനായിരിക്കണം. അയാൾ പറയുന്നതിന് സ്വീകാര്യതയും വേണം. ആ പദവിയിൽ ഇരിക്കുന്നയാൾ ഡിസിഷൻ മേക്കർ ആയിരിക്കണം. ഈ ക്വാളിറ്റി എല്ലാം ഉള്ളയാളാണ് മോഹൻലാൽ എന്നും അതുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് മെമ്പറായി അദ്ദേഹത്തെ നേർവഴിക്ക് നയിക്കാമെന്ന് തീരുമാനിച്ചതെന്നുമാണ് ജോയ് മാത്യു പറയുന്നത്. അതേസമയം വീണ്ടും താരസംഘടനയായ AMMയുടെ പ്രസിഡന്റായി എതിരില്ലാതെയാണ് മോഹൻലാൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. ചൊവ്വാഴ്ചയായിരുന്നു പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. മറ്റ് സ്ഥാനാർത്ഥികളൊന്നും ഇല്ലാതിരുന്നതിനാൽ എതിരില്ലാതെ മോഹൻലാലിന് തെരഞ്ഞെടുക്കുകയായിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ എന്നിവർ നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നുവെങ്കിലും മറ്റ് അംഗങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് പിന്നീട് പിൻവലിക്കുകയായിരുന്നു എന്നാണ് വിവരം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന ഭൂരിപക്ഷ അഭിപ്രായത്തെ തുടർന്നായിരുന്നു ഇത്. പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്ന മോഹൻലാൽ മറ്റുള്ളവരുടെ അഭിപ്രായം മാനിച്ചാണ് തുടരുന്നത്. മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഉണ്ണി മുകുന്ദൻ ട്രഷറർ സ്ഥാനത്തേക്കും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ ഭരണസമിതിയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്ന ഉണ്ണി മുകുന്ദൻ ട്രഷറർ സ്ഥാനത്തേക്ക് പത്രിക സമർപ്പിച്ച വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ മറ്റാരെങ്കിലും മത്സരിക്കാൻ ഉണ്ടായേക്കും എന്നതായിരുന്നു വിവരങ്ങൾ. എന്നാൽ മറ്റാരും ട്രഷറർ സ്ഥാനത്തേക്ക് പത്രിക സമർപ്പിക്കാതിരുന്നതോടെ ഉണ്ണി മുകുന്ദൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. സിദ്ദിഖിന്റെ പിൻഗാമിയായാണ് ഉണ്ണി മുകുന്ദൻ ട്രഷറർ സ്ഥാനത്തെത്തുന്നത്. അതേസമയം ഇടവേള ബാബു ഒഴിയുന്ന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കടുത്ത മത്സരമാണ് നടക്കുന്നത്. കുക്കു പരമേശ്വരൻ, സിദ്ദിഖ്, ഉണ്ണി ശിവപാൽ എന്നിവരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.